എൻ്റെ ഒരു അഷ്റഫ്, സിഹറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സിഹറിൻ്റെ ഹദീസ് ലൈഫാണോ സഹിയാണോ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിഹർ നിഷേധിച്ച ഏതെങ്കിലും മുൻഗാമി ഇമാമിങ്ങളുണ്ടോ? പഠനാർഹമായ വിഷയമാണ് ചോദ്യമായി വന്നത്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ വസ്തുത, അതിൽ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഹർ ഹദീസിൽ മാത്രമല്ല ഖുർആനിലും പരാമർശിച്ച ഒന്നാണ്. ഹദീസ് മാത്രമാണെങ്കിൽ ചില ആളുകൾ അതിപ്പോൾ ഹദീസല്ലേ, അതിൽ സ്വഹീഹ് വഈഫൊക്കെ ഉണ്ടാകാമല്ലോ എന്ന് പറഞ്ഞ് തള്ളാറുണ്ട്. എന്നാൽ അതിന് പോലും പഴുതില്ലാതെ ഖുർആനിലും ഹദീസിലും പരാമർശിച്ച ഒന്നാണ് സിഹർ എന്നുള്ളത്. സൂറത്ത് ബഖറ 102 ആയത്തിലും അതേപോലെ സൂറത്ത് ഫലഖിലുമൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി സൂറത്ത് ഫലഖിൽ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്ന്, കെടുതിയിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് ഞാൻ റബ്ബിനോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ കെട്ടുകളിൽ ഊതിയാൽ എന്ത് ഷർറാ ഉണ്ടാവുക? ഒരാൾ നൂല് കെട്ടതിൽ ഊതി വല്ല ഷർറും ഉണ്ടാവുമോ? പിന്നെ എന്തിനാണ് പറഞ്ഞത്? അത് ഉദ്ദേശിക്കപ്പെട്ടത് സാഹിറുമാരാണ്, സിഹർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രബലമായ ഒരു വ്യാഖ്യാനം. ഇനി അതേപോലെ സൂറത്ത് ബഖറയിൽ 102 വചനത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട വിശദമായ പരാമർശങ്ങൾ തന്നെ വരുന്നു. അവിടെ കാണാം വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ, പിശാചുക്കൾ അവിശ്വാസികളായി മാറിയിരിക്കുന്നു. യുഅല്ലിമൂന അന്നാസ സിഹർ, അവർ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. ചില ആളുകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് സിഹർ യാഥാർത്ഥ്യം, പക്ഷേ അതിൽ പിശാചുണ്ട് എന്നൊരു പ്രമാണമുണ്ടോ? ഖുർആൻ പഠിപ്പിക്കുന്നു യുഅല്ലിമൂന അന്നാസ സിഹർ, പിശാചുക്കൾ ജനങ്ങളെ മാരണം പഠിപ്പിക്കുന്നു. അപ്പോൾ മാരണം പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന പാഠം പിശാചിൽ നിന്നാണ്. ശൈത്താനുമായി ബന്ധപ്പെട്ടാണ്, പിശാചുമായി ബന്ധപ്പെട്ടാണ് സിഹർ നടക്കുന്നത്. അതുകൊണ്ടാണ് സിഹർ ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. മൻ സഹറ ഫഖദ് അശ്റക, ഹദീസിൽ കാണാം മൻ സഹറ, ആരെങ്കിലും മാരണം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ബഹുദൈവ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനം ശിർക്കാണ് അവൻ ചെയ്തത്. മാരണം ചെയ്യാൻ പാടില്ല. 7 വൻപാപങ്ങളിൽ രണ്ടാമത്തെ, ലോകത്തിലെ എല്ലാ തിന്മയും എല്ലാ പാപങ്ങളും ഒന്നിച്ചവൻ ലിസ്റ്റ് ചെയ്താൽ അതിൽ ഒന്ന് അശ്ശിർക്ക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. നേരത്തെ വിഷയത്തിൽ പറഞ്ഞുവല്ലോ, സിട്ടാവിനോട് സൃഷ്ടിയെ തുല്യപ്പെടുത്തൽ ലോകത്തെ ഏറ്റവും വലിയ പാപം അതാണ്. രണ്ടാമത്തെ സിഹർ, സിഹർ ചെയ്യലാണ്, മാരണം ചെയ്യലാണ്. മാരണങ്ങൾ അത് ലോകത്തെ രണ്ടാമത്തെ തിന്മയായി ഇസ്ലാം പരിചയപ്പെടുത്തി. ശിർക്ക് കഴിഞ്ഞാൽ, സിട്ടാവിൽ പങ്കു ചേർക്കുക എന്ന ലോകത്തെ ഏറ്റവും വലിയ തിന്മ കഴിഞ്ഞാൽ രണ്ടാമത്തെ തിന്മ സിഹറാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ ആ സിഹർ, അതിന് ഷർറുണ്ട് എന്ന കാര്യം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു, ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടു. ധാരാളം ഹദീസ് അവിഷയമായി വന്നിട്ടുണ്ട്. അത് ചില ഹദീസിൽ പക്ഷേ ദഈഫായ പരമ്പര ഉണ്ടായേക്കാം. എന്നാൽ അതിനപ്പുറത്ത് ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ച ധാരാളം ഹദീസുകളിൽ സിഹർ വസ്തുതയാണ് എന്നും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്നും അതുകൊണ്ട് പല ദോഷങ്ങളും വരുത്തിവെക്കാൻ സാധിക്കുമെന്നും എന്നാൽ മാരണം ചെയ്യാൻ പാടില്ലെന്നും മാരണം ചെയ്തവൻ ശിർക്ക് ചെയ്തുവെന്നും മാരണം ചെയ്യുന്നവനെ കൊന്നുകളയണമെന്ന് പോലുമുള്ള അധ്യാപനങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മാരണം ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്ന് വിവരം കിട്ടുകയും അത് അന്വേഷിക്കാനായി ആ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ഓർഡർ ഇടുകയും അങ്ങനെ മാരണം ചെയ്യുന്ന 3 ആളുകളെ കണ്ടെത്തി ഇസ്ലാമിക ഭരണകൂടം ഔദ്യോഗികമായി ആ 3 സാഹിറുമാരെ, 3 മാരണക്കാരെ കൊന്നുകളയുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. സിഹർ കൊണ്ട് പ്രത്യേകിച്ച് ദോഷം ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് ഏൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കൊന്നുകളയുന്നത്? എന്തിനാ വലിയ പാപമായി എണ്ണിയത്? അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ സിഹർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാനും പാടില്ല. സിഹർ ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. കാരണം സിഹർ ചെയ്യണമെങ്കിൽ അവൻ ശിർക്ക് ചെയ്തേ പറ്റൂ.
സിഹറാവണമെങ്കിൽ ശൈത്താനെ പൂജിച്ച് പിശാചിനെ പൂജിച്ച് അവനെ പ്രീതിപ്പെടുത്തി അവന്റെ ചില സഹായങ്ങൾ അവന്റെ ഭാഗത്തുനിന്ന് ചില ഇടപെടലുകൾ നേടിയെടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മരണക്കാരൻ മരണം ചെയ്യുന്നത്. KNM-ന്റെ പാഠപുസ്തകങ്ങളിൽ 4ാം ക്ലാസ് സ്വഭാവ പാഠങ്ങളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ കാണാം, പിശാചിൻ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് മരണം അഥവാ സിഹർ എന്ന് പറയുന്നത്. ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ KNM മദ്രസകളിൽ മക്കളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണത്. പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് മരണം അഥവാ സിഹർ എന്ന് പറയുക. അപ്പൊ അത് സത്യമാണ്, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അത് വൻപാപമാണ്. അത് ചെയ്യൽ അങ്ങേയറ്റത്തെ വലിയ തിന്മയാണ്. അവൻ ശിർക്ക് ചെയ്യേണ്ടി വരും. അതുവഴി അവന്റെ സ്വർഗം നഷ്ടമാകും, അവൻ നരകാവകാശിയായി മാറും. അതുകൊണ്ട് ഹദീസിൽ മാത്രം പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല. ഖുർആനും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഇമാമുമാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട്. മുസ്ലിം ലോകത്ത് അഹ്ലുസുന്ന തർക്കമില്ലാത്തതും സ്വീകരിച്ചു പോകുന്നതുമാണ് സിഹർ. അതിന് വിശദാംശങ്ങൾ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ചില വീക്ഷണ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ അതിന് യാഥാർത്ഥ്യം, അത് ഹഖീഖത്ത്, അത് എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് വസ്തുവിനെ തന്നെ അത് മാറ്റി മറ്റൊന്നാക്കുകയാണോ, അത് വസ്തുവിന്റെ യഥാർത്ഥം മാറ്റാതെ മറ്റു പല തരത്തിലുമാണോ ആ മാറ്റം സംഭവിക്കുന്നത് എന്ന് തുടങ്ങിയ അതിന്റെ വിശദാംശങ്ങളിൽ ചില പണ്ഡിതന്മാർ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് എന്ന് ഒഴിച്ചാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ആരും തന്നെ അങ്ങനെ സിഹറിന് യാതൊരു സ്വാധീനവുമില്ലെന്നോ അത് വിശ്വസിക്കാൻ പാടില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ടാമത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ സിഹർ യാഥാർത്ഥ്യമാണോ അല്ലേ, അതിന് വസ്തുതയുണ്ടോ ഇല്ലേ എന്നതിന് അപ്പുറത്ത് വന്നൊരു ചർച്ച. സിഹർ കൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വല്ല ദോഷവും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നതാണ് അടിസ്ഥാന വിഷയം വന്നത്. അത് ശിർക്കാണ്. കാരണം നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഇവിടെ അഭൗതികമായ വഴിയിൽ അള്ളാഹു മാത്രമേ സഹായിക്കൂ, അള്ളാഹു മാത്രമേ ദോഷം വരുത്തൂ എന്നതിനെ തെറ്റായി മനസ്സിലാക്കിയപ്പോൾ സിഹർ കൊണ്ട് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ പിശാച് ഇടപെടണമല്ലോ. അപ്പോൾ പിശാച് ഇടപെടും എന്ന് വന്നാൽ അദൃശ്യ മാർഗത്തിൽ അള്ളാഹു അല്ലാത്ത ഇടപെടലായില്ലേ, അപ്പോൾ ശിർക്കാവില്ലേ എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ശിർക്കിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് ഈ ഡിസംബർ 23 ശബാബിലടക്കം പഠിപ്പിച്ചത്. 20-നാണ് ഐക്യ സമ്മേളനം കഴിഞ്ഞത്. 23 ശബാബിൽ പോലും പറഞ്ഞു, ഇവിടെ വായിച്ചു അബ്ദുൽ മാലിക് സലഫി, അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന്. അവിടെയാണ് മർമ്മമുള്ളത്. അങ്ങനെ ശിർക്കാകണമെങ്കിൽ സ്വാഭാവികമായും ഖുർആനും ഹദീസും പഠിപ്പിച്ച വിഷയം അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും. മുസ്ലിം ലോകത്ത് നബിയും സഹാബത്തും താബിഈനും അടക്കമുള്ളവർ പഠിപ്പിച്ചു പോന്ന, അവരൊക്കെ വിശദീകരിച്ചും പഠിപ്പിച്ചും ചെയ്ത ഒരു വിഷയത്തെ പാടെ നിഷേധിക്കുകയും ആ വിശ്വാസം തന്നെ ശിർക്കാണെന്ന് പറയുകയും ചെയ്യേണ്ടി വരും. ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഇമാമുമാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല ആ സിഹറുമായി ബന്ധപ്പെട്ട ഹെഡിങ്ങൾ പോലും അവർ നൽകി. അവരുടെ വിശ്വാസവും ശരിയായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അത് അപകടം തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസിൽ വന്നതാണ്, തർക്കമില്ലാത്തത് അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്. ആദ്യകാലങ്ങളിൽ പിഴച്ചുപോയ കക്ഷികളായ മുഅ്തസിലി, അതേപോലെ ജഹ്മികൾ, അവരൊക്കെയാണ് സിഹറിന്റെ യാഥാർത്ഥ്യത്തെ ആദ്യമായി നിഷേധിച്ചവർ എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ കൂടി കൂട്ടി വായിക്കുക. അല്ലാഹു അഅലം. എൻ്റെ പേര് ഷബീർ, വീട് മനേക്കര. കുറെ കാലമായി അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. അവിടത്തിൽ പരാമർശിക്കപ്പെട്ട ഇബാദത്ത് എന്നതിന്റെ നിർവചനം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അദ്ദുആഉ ഹുവൽ ഇബാദ. അത് കുറെ കാലമായി പറഞ്ഞു കേൾക്കുന്നത് ശരിയാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ പറഞ്ഞും പഠിപ്പിച്ചും സ്വീകരിച്ചും ജീവിതത്തിൽ പാലിച്ചും പോന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. അത് മുജാഹിദുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ടുവന്ന ഒന്നല്ല. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പാലിച്ച ആശയമാണ് പ്രാർത്ഥന. അത് തന്നെയാണ് ആരാധന എന്നത്. അതിനുശേഷം ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യകുലത്തെ പഠിപ്പിച്ച ആശയവുമാണ് അത്. അത് അവസാന പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ വ്യക്തമായി എടുത്തു പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധനയാണ്. ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദുആ.
പൊതുവെ മുസ്ലിം ലോകത്തെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഇബാദത്ത് എന്താണ്, ദുആ എന്താണ്, അത് നിർവചനം എന്താണ് എന്നതൊക്കെയാണെങ്കിൽ മുസ്ലിം ലോകത്ത് വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. മുൻകാലക്കാരായ പണ്ഡിതന്മാർ നബിയുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിൽ നിർവചനം പഠിപ്പിക്കുന്ന ശൈലി സ്വീകരിച്ചതായി വായിച്ചിടത്തോളം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നബിയും സ്വഹാബത്തുമൊക്കെ ഏതൊക്കെയാണ് ഇബാദത്ത്, ഏതാണ് ഇബാദത്തിനപ്പുറമുള്ളത് എന്ന് പ്രവൃത്തിബോധത്തിൽ പഠിപ്പിച്ചതായാണ് കാണാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ വചനങ്ങളിലോ സ്വഹാബത്തിന്റെ അധ്യാപനങ്ങളിലോ താബഈങ്ങളുടെ വരികളിലോ ഇന്നതാവുന്നു പ്രാർത്ഥനയുടെ നിർവചനം, ഇബാദത്തിന്റെ നിർവചനം എന്ന് നിർവചനം ചൊല്ലി പഠിപ്പിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലത്ത് ഉസൂൽ ഫിഖ്ഹുകളും ഉസൂൽ ഹദീസുകളും അഖീദയുടെ ശാഖകളും എല്ലാം വ്യത്യസ്തങ്ങളായ വിജ്ഞാന ശാഖകളായി വഴിമാറി വന്നപ്പോഴാണ് ഈ വക പദങ്ങൾക്ക് ഇസ്ലാം എന്തു വ്യാഖ്യാനം നൽകി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിർവചനങ്ങൾ പഠിപ്പിക്കുന്ന ശൈലികൾ ഉണ്ടായി വന്നത്. അതിന്റെ ഭാഗമായി തൗഹീദിന് പല നിർവചനം പറഞ്ഞിട്ടുണ്ട്, ശിർക്കിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്, ആരാധനയ്ക്ക് നിർവചനം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് നിർവചനം പറഞ്ഞിട്ടുണ്ട്. അത് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യാഖ്യാനങ്ങൾ നിർവചനങ്ങൾ നൽകി വരുന്നു. അത് എല്ലാം ഏകദേശം ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥത്തിലാണ്. പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോകുന്ന ഒരു നിർവചനം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നതാണ് പണ്ഡിതന്മാർ സ്വീകരിച്ച നിർവചനങ്ങളിൽ ഒന്ന്. ഇമാം ബൈളാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ നിർവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ആരാധന. അതാണ് നിർവചനം. സുഹൃത്ത് പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇമാം ബൈളാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞ തഅരീഫാണ്, നിർവചനമാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേ അറ്റത്തെ വിനയവും താഴ്മയുമാണ് ആരാധന. അപ്പൊ ആ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഏതൊക്കെ പ്രവൃത്തി വരുന്നുവോ അതെല്ലാം ഇബാദത്താണ്. അത് റബ്ബിനോടായാൽ റബ്ബിനുള്ള ഇബാദത്തായി, റബ്ബല്ലാത്തവരോടായാൽ അവർക്കുള്ള ഇബാദത്തായി. അതാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത്. കാരണം റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ അന്ന് ആ നാട്ടിലുണ്ടായിരുന്നു. ലോകത്ത് പല കാലത്ത് പല നാട്ടിൽ പല ദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അവയൊന്നും ഇബാദത്ത് അർഹിക്കുന്നില്ല. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ഏതൊന്നിൽ ഉണ്ടാകുന്നുവോ അതെല്ലാം ഇബാദത്താണ്. അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ദുആ ആവട്ടെ, പ്രാർത്ഥനയാവട്ടെ, മറ്റു ഏത് പ്രവർത്തനങ്ങളുമാകട്ടെ. ചിലപ്പോൾ ഭക്ഷണം ഒഴിവാക്കൽ പോലും ഇബാദത്ത്. അപ്പൊ നോമ്പതാണല്ലോ, നോമ്പ് എന്നത് ഭക്ഷണം ഒഴിവാക്കലാണ്, അത് ഇബാദത്താണ്. അതെന്താ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ഇബാദത്താവുക? ഒരാൾ പകല് സുബഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണം ഒഴിവാക്കി, എന്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ്. അത് ഇബാദത്താണ് നമ്മൾ മനസ്സിലാക്കും. അതിപ്പോ എങ്ങനെ ഇബാദത്തായത്? അത് ഇബാദത്തായത് അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും കാണിക്കുക അതിലുണ്ട്. അതെന്താ? സത്താവ് ആവശ്യപ്പെട്ടു, സത്താവിന് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്താവിനുള്ള ഗുണദോഷങ്ങൾ ഭയന്നുകൊണ്ട് ആ ഭക്ഷണം അയാൾ ഉപേക്ഷിച്ചു, അത് ഇബാദത്തായി മാറി. എന്നാൽ ആ സത്താവ് സ്ഥാനത്ത് മറ്റൊരാളെ പൊതു കാംക്ഷിച്ചുകൊണ്ടാണ് നോമ്പെങ്കിലോ അയാൾക്ക് ഇബാദത്തായി മാറും. അതേപോലെ നേർച്ച ഖുർആൻ പഠിപ്പിച്ച ഇബാദത്താണ്. അല്ലാഹു തആല ആവശ്യപ്പെട്ടതും നമ്മോട് പൂർത്തിയാക്കാൻ പറഞ്ഞതുമായ ഒന്നാണ് നേർച്ച. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, നേർച്ച പൂർത്തിയാക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവിടെ എന്താണ് നേർച്ച? ഒരാൾ സുന്നത്തായ പുണ്യമായ ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നു, അതാണ് നേർച്ച എന്ന് പറയുക. പുണ്യമുള്ള മതത്തിൽ പ്രതിഫലാർഹമായ ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നു. ഉദാഹരണമായിട്ട് ഒരാൾ അടുത്ത തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ നേർച്ചയാക്കി, ഇബാദത്താണ്. അടുത്ത തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ നേർച്ചയാക്കി, അത് ഇബാദത്താണ്. ഇന്ന് രാത്രി പോയി തഹജ്ജുദ് കഴിക്കാൻ നേർച്ചയാക്കി, അത് ഇബാദത്താണ്. ഒരാൾ ഖുർആൻ അല്പം ഓതാൻ നേർച്ചയാക്കി, യതീമിനെ സഹായിക്കാൻ നേർച്ചയാക്കി, പാവപ്പെട്ടവരെ സഹായിക്കാൻ നേർച്ചയാക്കി, ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കി. ഇതൊക്കെ ഇബാദത്തുകളാണ്. ഈ നേർച്ച ഇബാദത്ത് ഇത് അല്ലാഹുവിന് മാത്രം. യൂഫൂന ബിന്നദർ, ഖുർആൻ പറഞ്ഞ നേർച്ച അല്ലാഹുക്കാണ്. നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, റഹ്മാനായ റബ്ബിന്. സുഹൃത്തെ നിങ്ങൾ മറുപടി ശ്രദ്ധിക്കണില്ല, മറുപടി ശ്രദ്ധിക്കും. അത് കഴിയില്ലല്ലോ, ഇത് അത് ഒപ്പം കേൾക്ക്. എന്നാ കൈകിട്ടോക്കെ ഉത്തരം ശ്രദ്ധിക്കും. ചോദ്യം ചോദിക്കാൻ മാത്രം വന്നിരിക്കുക എന്നുള്ളത് ശരിയില്ലല്ലോ. അത്യാവശ്യമുള്ള ഫോൺ വന്നതായിരിക്കും, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ശ്രദ്ധിക്കാം. അപ്പൊ ഇനി നിലത്തുൽ റഹ്മാന് സൗമ,
ഞാൻ റഹ്മാനായ റബ്ബിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ നേർച്ച റഹ്മാനായ റബ്ബിനാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ആ നേർച്ച റബ്ബല്ലാത്തവർക്കായാലോ അവർക്ക് ഇബാദത്തായി. അപ്പൊ ജാറത്തേക്ക് നേർച്ചയാക്കി, തങ്ങൾക്ക് നേർച്ചയാക്കി, മുഹീദ്ദീൻ ശൈഖിന് നേർച്ചയാക്കി, അതല്ലെങ്കിൽ അമ്പലത്തിലേക്ക് നേർച്ചയാക്കി, എവിടേക്ക് പോയാലും അല്ലാഹു അല്ലാത്ത സൃഷ്ടാവല്ലാത്ത ഏത് സൃഷ്ടിയിലേക്ക് നേർച്ച നേർന്നാലും അത് അവർക്ക് ഇബാദത്താണ്. അത് അവരെ അള്ളാഹുവോട് പങ്കുചേർക്കണം. എന്നതുപോലെ പ്രാർത്ഥന റബ്ബിനോട് നിർവഹിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. റബ്ബല്ലാത്ത ആരോട് നിർവഹിക്കുന്നുവെങ്കിലും അത് അവർക്കുള്ള ഇബാദത്തുമാണ്. അതുകൊണ്ട് ഇബാദത്തിന് പണ്ഡിതന്മാർ നൽകിയ നിർവചനമാണ് അഖ്സ ഓയത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നുള്ളത്. മറ്റു ചില നിർവചനങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതെല്ലാം ആശയത്തിൽ ഇതേ വചനത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. എന്നതുകൊണ്ട് ഇത് മതിയാകും എന്ന് വിചാരിക്കുന്നു. സുഹൃത്തിന് കൂടുതൽ അറിയാമല്ലോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കിയാൽ അത് അയാൾക്കുള്ള ഇബാദത്താവുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി, അവിടെ അമലുകൾ ഉണ്ടാവുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന്. ഒരു ഉമ്മ മകൻക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന കാരണത്തിൽ ആ കുട്ടി ഇവിടെ പട്ടിണി കിടക്കുന്നത് എന്തൊരു കാരണത്തിനാണ്? ഉമ്മ ഭക്ഷണം കൊടുത്തില്ല എന്ന കാരണത്തിന് വേണ്ടി. അപ്പൊ അത് ഉമ്മാക്കുള്ള ഇബാദത്താവോ? അല്ല, ആവൂല. അവിടെയാണ് സുഹൃത്തിന് ഫോൺ വന്നപ്പോൾ കുഴപ്പം. അഥവാ ഞാൻ പറഞ്ഞ ഉത്തരം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഉത്തരം ശ്രദ്ധിക്കാതെ പിന്നെ അതന്നെ വീണ്ടും ചോദിക്കുമ്പോൾ ഇത്രയും ആളുകൾ സമയം പോവില്ലേ? ഒരുപാട് മനുഷ്യന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയൊക്കെ സമയം നഷ്ടപ്പെടുത്തല്ലേ? അത് വിഭാഗത്താവില്ല, പേടിക്കണ്ട. അതേസമയം അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്ന ഏത് അർത്ഥത്തിലാണോ അതാണ് ഞാൻ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അഖ്സാ വയത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും. ആ വിനയം ഉമ്മാനെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണോ ഭക്ഷണം ഒഴിവാക്കുന്നത്? അത് വിഭാഗത്താണ് ഉമ്മാക്കുള്ളത്, സംശയമൊന്നുമില്ല. ആ വിനയവും താഴ്മയും ഉമ്മാക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഭക്ഷണം ഒഴിവാക്കണമെന്നില്ല. അത് ഉമ്മാക്ക് ആ മാനസികാവസ്ഥ എപ്പോൾ വകവെച്ചു കൊടുക്കുന്നുവോ അവിടെ പോലും ഉമ്മയെ റബ്ബിനോട് തുല്യമാക്കി. ഞാൻ ഒരു വിഷയം പറഞ്ഞുതരാം. ഹദീസിൽ വന്നൊരു ഉദാഹരണം സുഹൃത്തിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ആദ്യകാലത്ത് വന്നതല്ല, കുറച്ച് വൈകി ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ് അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖൈബറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഹത്താ ഇദാ മറർനാ ബിശജറ, ഞങ്ങൾ ഒരു മരത്തിനരികെ കടന്നുപോയി. ആ മരത്തിന്റെ പ്രത്യേകത യുഖാലു ലഹു ദാത്തു അൻവാത്ത്, ആ മരത്തിന്റെ പേര് ദാത്തു അൻവാത്ത് എന്നാണ്. അതായത് ഒരു മുള്ളു വൃക്ഷമോ കൊളുത്ത വൃക്ഷം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം വെക്കാം. ദാത്തു അൻവാത്ത്, അതായത് ആ മരത്തിന്റെ സവിശേഷത അദ്ദേഹം പറയാം. ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്, യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടും. എന്നിട്ട് ആ ആയുധം എടുത്ത് പോയാൽ യുദ്ധത്തിന് പ്രത്യേകമായ വിജയം കിട്ടും എന്ന് ഞങ്ങൾക്ക് അന്ന് പഴയ കാലത്ത് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ മരത്തിന് ദാത്തു അൻവാത്ത് എന്നാണ് പേര്. ആ മരത്തിനരികെ ഞങ്ങൾ നബിയുടെ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായി വഴിയിൽ ആ മരം കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, നബി അവർക്കൊക്കെ ഇങ്ങനെ വാള് തൂക്കാൻ മരം ഉണ്ടല്ലോ, അതുപോലെ നമുക്കും ഒരു മരം നബിയെ താങ്കൾ നിശ്ചയിച്ചു തരണം, നബി നിശ്ചയിച്ചു കൊടുക്കണം. എന്തിനാണിപ്പോൾ വാള് പിടിച്ച് കുഴങ്ങി ക്ഷീണിച്ചിട്ട് തൽക്കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വാളൊന്ന് കൊളുത്തി വെക്കാൻ, ചാരി വെക്കാൻ ഒരു മരം വേണം എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് അവർക്കൊക്കെ മരം ഉണ്ടല്ലോ എന്നതുപോലെ നമുക്കും ഒരു മരം. നബി ഞങ്ങളെ കൊടുത്ത മറുപടി എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നിട്ട് പറഞ്ഞു, ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാകുന്നു ഇത്. ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാകുന്നു ഇത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രതികരിച്ചത്. എന്തായിരുന്നാലും സ്വയം കഴിവുള്ള സമതായ ഇലാഹായ ഒരു മരം വേണം എന്ന് സ്വഹാബി ആവശ്യപ്പെടില്ല എന്ന് ഉറപ്പാണല്ലോ. ഒരു സ്വഹാബി ഒരിക്കലും റസൂൽ സ്വന്തമായി കഴിവുള്ള സമതായ ഇലാഹായ ഒരു മരം നിങ്ങൾ തരണം എന്ന് സ്വഹാബി എന്തായാലും പറയില്ല. അത് പറഞ്ഞാൽ പിന്നെ എന്തായാലും അതായിരിക്കൂല മറുപടി. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണെന്ന് പറയില്ല. കാരണം പറയുമ്പോൾ സ്വഹാബി അതല്ലേ ഞാനും ചോദിച്ചത് എന്നല്ലേ പറയാം. അതല്ല, നേരെ വെച്ച് വാളവിൽ തൂക്കി ആ മരത്തിൽ നിന്ന് വാളെടുത്ത് പോയി യുദ്ധം ചെയ്താൽ എന്തോ സവിശേഷതയുണ്ട് എന്ന് ആ സ്വഹാബിക്ക് തോന്നിയപ്പോൾ ഹുനൈനിലേക്ക് പോകുമ്പോൾ, ഖൈബർ അല്ല ഹുനൈനാണ്, ഹുനൈനിലേക്ക് പോകുമ്പോൾ ആ ധാരണയാണ് നബി തങ്ങൾ തിരുത്തിയത്. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്.
ഇനി മറ്റൊന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ മാ ഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, താങ്കളും അള്ളാഹുവും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക. താങ്കളും അള്ളാഹുവും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക. നബി ഞങ്ങളെ മറുപടി എന്താ അറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണ്, നിദ്ദാക്കുകയാണോ? നിദ്ദന തുല്യൻ, പങ്കുകാരൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഫലാ തജ്അൽ ലില്ലാഹി അന്ദാദൻ. നിദ്ദൻ എന്നതിന്റെ ബഹുവചനമാണ് അന്ദാദ്. നിങ്ങൾ അള്ളാഹുവിന് അന്ദാദിനെ, നിദ്ദുകളെ നിശ്ചയിക്കരുത്. നബി ഇവിടെ ചോദിക്കുന്നു, നീ എന്നെ അള്ളാഹ്ക്ക് നിദ്ദാക്കുകയാണോ, തുല്യനാക്കുകയാണോ? ഒരിക്കലും ആ സ്വഹാബി തുല്യമാക്കിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? പക്ഷെ ആ വാക്ക് പോലും തൗഹീദിനെതിരാണ് എന്നതാണല്ലോ അവിടെ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വേണ്ടി ആവട്ടെ, തങ്ങൾക്ക് വേണ്ടി ആവട്ടെ, ബീവിക്ക് വേണ്ടിയാകട്ടെ, ആർക്ക് വേണ്ടിയാണെങ്കിലും, ഇപ്പം പരാമർശിച്ചല്ലോ 5 ബാങ്ക് കൊടുത്തിട്ടേ മുലയൂട്ടാൻ പാടുള്ളൂ എന്ന് തങ്ങൾ പറഞ്ഞു. അത് അയാൾ സ്വീകരിച്ചു. അത് തങ്ങൾക്കുള്ള ഇബാദത്താണ്. തങ്ങൾക്കുള്ള ഇബാദത്താണ്. ഭക്ഷണം ഒഴിവാക്കി, അത് തങ്ങൾക്കുള്ള ഇബാദത്ത്. എന്തുകൊണ്ട്? എന്റേത് ആ തങ്ങൾ പറഞ്ഞാൽ അതിൽ ചില അപ്രമാദിത്വങ്ങൾ, അതിൽ ചില ദിവ്യത്വങ്ങൾ, അതിൽ ചില സിദ്ധികൾ ഇദ്ദേഹം മനസ്സിലാക്കുന്നു. അതാണ് അക്സാവായത്തുൽ ഖുദൂഅ്, അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. റസൂലും സഹാബത്തുമെല്ലാം എവിടെയെല്ലാം ഏതിനെക്കുറിച്ചെല്ലാം ഇബാദത്ത് എന്ന് പരാമർശിച്ചു, ശിർക്ക് എന്ന് പരാമർശിച്ചു, ഏതൊക്കെ അനുവദിച്ചു എന്നത് മൊത്തത്തിൽ വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് അതിന്റെ സ്ഥാനത്തിലാണല്ലോ നിർവചനം ഉണ്ടാവുക. ആ നിർവചനമാണ് അക്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. സുഹൃത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും കൂടിയ ആളുകൾ ഈ വിഷയം പഠിക്കാനായി അദ്ദേഹത്തിന്റെ ചോദ്യം കൊണ്ട് ഈ നിലയ്ക്ക് നല്ല ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബൈലാവിലെ ആ ലൈൻ ഒന്ന് വായിച്ചോ, ഡയറക്റ്റ് കാണിച്ചിട്ട്. ഏനെ ബൈലാവിലെ ലൈന് ആ ഒന്ന് കാണിച്ചോ ഡയറക്റ്റ്. കിതാബ് കൊടുത്താൽ കാണിച്ചോ. പിന്നെ ഞാനാ സംവാദം നടത്തുന്ന നിങ്ങളല്ലേ? സംവാദമല്ലോ, ബൈലാവി ഉണ്ടല്ലോ. ബൈലാവിൽ ഉണ്ട് കാണിച്ചണ്ടേ? ആയിക്കോട്ടെ, കാണിച്ചാൽ കിതാബ് കൂടി, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇവിടെ മുഖാമുഖം നടത്തുന്ന ഞാനോ നിങ്ങളോ? ഞാൻ കൂടി. രണ്ടാളല്ല, ആ ശൈലി വിട്ടാളേ. സ്റ്റേജ് കെട്ടിയാളാണ്, മുഖാമുഖമാണ്. സ്റ്റേജ് കെട്ടിയാളല്ല. തഫ്സീർ ബൈലാവിയിൽ ഇമാം ബൈലാവി യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും എന്ന് പറയുന്ന സൂറത്ത് ബഖറയിൽ 21-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താണ് ഇബാദത്ത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നു, അൽ ഇബാദത്തു അക്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. ഇതില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോടി. അപ്പോൾ ഇൻഷാല്ലാഹ് കിതാബ് കൊടുത്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞു അൽ ഇബാദത്തു ഹുവ അഖ്സ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഹുവ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് തെറ്റാണ്. ഹിയാണ്, ഹുവ അല്ല ഹിയാണ്. ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടേ. രണ്ടാമത്, നിങ്ങളാണ് ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് സംശയങ്ങൾക്ക് പൂർത്തീകരണം നടത്തി തരാമെന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടെ പരിപാടി നടത്തുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങളാണ് കിതാബ് കാണിച്ചിട്ട് എൻ്റെ സംശയം തീർത്തേണ്ടത്. നിങ്ങൾ ബൈലാവി എടുത്ത് കാണിച്ചു തരണം. മനുഷ്യനാണ് ഞാനും, നിങ്ങളും മനുഷ്യനാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ തെറ്റ് പറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് സത്യമാണോ കളവാണോ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് തീർത്തു തരണം. ആയിക്കോട്ടെ സുഹൃത്തും, പൊതുജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, താങ്കൾക്കും മനസ്സിലായിട്ടുണ്ട്. വെറുതെ സമയം വേണ്ടല്ലോ. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. നിവൃത്തില്ല. കിതാബ് കാണിച്ചു തരണം. ശരി, ഞാൻ വിശ്വസിക്കും. കിതാബ് കാണിച്ചു തരണം. കിതാബ് ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല, ഇൻഷാല്ലാഹ് കാണിച്ചു തരാം. നല്ല ആവശ്യമുള്ളൂ. നിങ്ങൾ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. നിങ്ങൾ ആ കിതാബ് പോയി അന്വേഷിച്ചോളി. എന്നിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളി. അതെല്ലാം ആവശ്യമുള്ളൂ. തഫ്സീർ ബൈലാവിയിൽ സൂറത്ത് ബഖറയിലെ 21-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഇബാദത്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ആ ഭാഗമുണ്ട്. ഇത് അവിടെ മാത്രമല്ല, തഫ്സീർ ബൈലാവി ഒരുപാട് സ്ഥലത്തുണ്ട്. സൂറത്ത് ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നിടത്തും ഇബാദത്ത് എന്താ വിശദീകരണമുണ്ട്. അവിടെയും ആ ഭാഗമുണ്ട്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിലെ ഇപ്പോഴത്തെ സംബന്ധിയിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. നേരത്തെ ബൈലാവി അങ്ങനെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, ബൈലാവി അങ്ങനെ ഇല്ല, അതല്ല നിർവചനം, മറ്റു നിർവചനമാണ് ഉള്ളത് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അതല്ലേ കാണിക്കേണ്ട ആവശ്യം. അതല്ല, താങ്കൾക്ക് ഇങ്ങനെ വാദം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കാണിക്കേണ്ട കാര്യം? അപ്പൊ ബൈലാവി അങ്ങനെ ഇല്ല നിങ്ങൾക്ക് വാദമുണ്ടോ?
ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ എൻ്റെ മകൻ ഉണ്ടാക്കി പറഞ്ഞതാണ്, ആ കിതാബ് ഇല്ലാത്തതാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ താങ്കൾ തുറന്നു പറഞ്ഞോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് കാണിക്കാനുള്ള വഴി കാണിച്ചു തരാം. മൈലാവി കിട്ടാത്തതാണ് പാണിപ്പട ബുക്ക് സ്റ്റാളിൽ പോയാൽ ഇപ്പോഴും വാങ്ങാൻ കിട്ടത്. മൈലാവി അങ്ങനെ എവിടെയും കിട്ടാത്തൊരു കിതാബൊന്നുമില്ല. ഇവിടെയൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടുന്ന ഇവിടുത്തെ ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് മൈലാവി അങ്ങനെ ഇല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വക വല്ലതും കൂട്ടിച്ചേർത്തു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ, ഇല്ലാത്ത നിർവചനം പറഞ്ഞു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അതല്ലേ താങ്കൾ ചോദിക്കേണ്ടത്. അതല്ലാതെ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പം എത്ര കിതാബ് പറയും, ആ എല്ലാ കിതാബും ഇവിടെ കൊടുത്ത് അപ്പം കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ. താങ്കൾക്കത് വിയോജിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, അത് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാൻ ബാധ്യത തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. അത് കാണിച്ചു തരികയും ചെയ്യും, കാണിച്ചു തരാൻ സാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ പഠിച്ചത് നിങ്ങൾ അതിൽ വായിച്ചത് ബൈലാവിയിലെ ആ ഇബാറത്ത് വായിച്ചത് പകുതി കട്ടിട്ടാണ്. കാരണം ഞാൻ ഫുള്ള് വായിച്ചതാ. അല്ല റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ വണക്കത്തോടുകൂടി ഒരാൾക്ക് ഭയപ്പെടുമ്പോൾ മാത്രമേ ആരാധനയുള്ളൂ. നിങ്ങൾ അവിടെ റബ്ബാണ് എന്നുള്ള വിശ്വാസം എന്നുള്ള ആ ഭാഗം കട്ടിട്ട വായിച്ചത്. റബ്ബാന വിശ്വാസം അവിടെ ഇല്ല. മഴത്തിക്കാതെ ഉരുഹിയാണ് റബ്ബാനെ വിശ്വസിക്കാനല്ല. മഴത്തിക്കാതെ ഉരുഹിയാണ് റബ്ബാനെ വിശ്വസിക്കില്ല. അതെവിടെ കിട്ടി? ഉലൂഹിയത്തിന്റെ ഉലൂഹിയത്തിന്റെ അർത്ഥം എന്ത്? പിന്നെ എന്താ റബ്ബിന്റെ അർത്ഥം? അതോ ആരാധ്യെന്നോ ഇലാഹിന്നോ? ഇലാഹിന്റെ പര്യായ പദമാണ് റബ്ബ് എന്നുള്ളത്, രക്ഷിതാവ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ശൈലി നിർത്തിക്കാതെ അതിനൊന്നും ആവശ്യമില്ല. ചോദ്യം പൂർണ്ണമായിട്ട് ഉത്തരം കേൾക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നു. അവിടെയുള്ള റബ്ബിന്റെ അർത്ഥം എന്താ? റബ്ബിനാണ്. റബ്ബല്ലത്തിലേക്ക് പോകുമ്പോഴോ അറബിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ല വിഷയം. അള്ളാഹ്ക്ക് സമർപ്പിക്കുമ്പോൾ റബ്ബിനെ, റബ്ബല്ലാത്തവർ സമർപ്പിക്കുമ്പോൾ ഇബാദത്ത് ആവില്ല എന്നർത്ഥം. റബ്ബല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിച്ചാൽ ഇബാദത്ത് ആവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാൻ ചോദിച്ചത്. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ നിങ്ങളെ ഉദ്ദേശം എന്തെങ്കിലും ചോദിക്കണേ. റബ്ബ് ആവൂല അങ്ങനെ ഞാനൊരു വാക്യേ പറഞ്ഞിട്ടില്ല. സുഹൃത്തെ, എന്താണ് എന്തിനാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഇത് ഉദ്ധരിക്കുന്നത്? തഫ്സീർ ബൈദാവി ഞാൻ ബാക്കി കട്ടെന്ന് പറഞ്ഞല്ലോ. തഫ്സീർ ബൈദാവി 4 വാലുണ്ട്, ഒരു വരി മാത്രമൊന്നല്ല. 4 വാലുള്ള കിതാബ്. അത് ഫുള്ള് ഞാൻ കട്ടുപണികൾ പറഞ്ഞോളൂ. എത്രയുള്ളപ്പോൾ തഫ്സീർ ബൈദാവി 4 വാല്യമാണ്. അത് ബാക്കി ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അത് ബാക്കി ഫുള്ള് ഞാൻ കട്ടു, ആകെ ഒരു വരി വായിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ. അവിടെയാണ് ഈ വിഷയം പറഞ്ഞത്. അല്ല, അദ്ദേഹം ബോധപ്പെട്ടെ. ഏതായിരുന്നാലും അള്ളാഹ്ക്ക് സമർപ്പിച്ചെങ്കിലേ ഇബാദത്താകൂ, ഇലാഹിന് സമർപ്പിച്ചെങ്കിലേ ഇബാദത്താകൂ എന്ന് ബൈദാവി പറഞ്ഞിട്ടില്ല. അവിടെ മായത്തിക്കാതിൽ ഉലൂഹിയ എന്ന പരാമർശം ഉള്ളതായും എൻ്റെ ഓർമ്മയിലില്ല. തഫ്സീർ ബൈദാവിയിൽ ഈ ഭാഗം പറഞ്ഞിടത്ത്, നിർവചനം പറഞ്ഞിടത്ത് മായത്തിക്കാതിൽ ഉലൂഹിയ എന്ന ഭാഗം ഉള്ളതായിട്ടും എൻ്റെ ഓർമ്മയിലില്ല. ഒന്ന് നോക്കണം, ഉറപ്പെടുത്തണം. എൻ്റെ ഞാൻ വായിച്ചെടുത്തോളം അവിടെ അങ്ങനെ ഈ തൈരീഫ് പറഞ്ഞിടത്ത് മായത്തിക്കാതിൽ ഉലൂഹിയ എന്നൊരു ഭാഗം ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല. അത് ഞാൻ നിഷേധിക്കുന്നു. ഉണ്ടെങ്കിൽ കണ്ട് ഒന്നുകൂടി ബോധ്യപ്പെട്ടിട്ട് വേണം. ഞാൻ വായിച്ചതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവിടെ ഒരിക്കലും അള്ളാഹ്ക്ക് സമർപ്പിച്ചെങ്കിൽ റബ്ബിന് സമർപ്പിച്ചെങ്കിൽ ഇബാദത്താകൂ എന്നല്ല പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റബ്ബല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ. റബ്ബിന് സമർപ്പിച്ചെങ്കിൽ ഇബാദത്താകൂവെങ്കിൽ റബ്ബല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥമുള്ളത്? റബ്ബല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും, റബ്ബാന് വിശ്വാസമില്ലാതെ സമർപ്പിച്ചാലും അത് ഇബാദത്താവില്ല എന്നാണെങ്കിൽ പിന്നെ റബ്ബിന് മാത്രം ഇബാദത്ത് എന്ന് പറയുന്നത് എന്തർത്ഥമുണ്ട്? മാത്രവുമല്ല, നബി തങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ എന്താ? വാള് തൂക്കാൻ മരം വേണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞെന്താ? ഇത് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അല്ലാഹു റസൂലിന്റെ വാക്കാണ്. ഞങ്ങൾക്കൊരു ഇലാഹിനെ വേണം എന്ന് ചോദിക്കും പോലെയാണ് ഈ ചോദ്യം. ആ മരം ഒരിക്കലും ഇലാഹാണ് എന്ന് ഒരു സ്വഹാബി വിശ്വസിക്കൂലല്ലോ. ഇലാഹായ മരം വേണമെന്ന് സ്വഹാബി ചോദിക്കുമല്ലോ. എന്നിട്ട് പോലും ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് ഒരു മരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം വന്നപ്പോഴേക്ക്, ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് ഒരു മരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം വന്നപ്പോഴേക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ റബ്ബിനോട് തേടിയെങ്കിലേ, അല്ലെങ്കിൽ ഇലാഹിനോട് തേടിയെങ്കിലേ, ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയെങ്കിലേ ശിർക്കാവൂ, ഇബാദത്താവൂ എന്നുമുള്ള തരത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. അത് പിൽക്കാത്ത ചില ആളുകൾ കണ്ടെത്തി കൊണ്ടുവന്ന ചില ന്യായങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു അഅലം.